പരത്തുകയും വേണ്ട, കട്ടുകയും വേണ്ട, ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു വെട്ടി കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരുപാട് പേര് കണ്ടിട്ട് ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ചേർക്കാത്ത ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. അതിൽ റവ ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റവ ചേർക്കാണ്ട് ഇത് ശരിയാവുക എന്നെല്ലാം. റവ ചേർത്തിട്ടില്ലെങ്കിലും നല്ല വെട്ടി കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടുക. 1-2 മാസം വരെയെല്ലാം കേടുകൂടാതെ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ചായൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് 5 മുട്ടയാണ് എടുത്തിന്. 5 മുട്ടക്കുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ 5 മുട്ട ഉടച്ച് ഒഴിച്ചതിന് ശേഷം ഞാനിത് ഇതുപോലൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 മുട്ടക്ക് 250 ml കപ്പിന് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതുപോലെ ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. പൊടിയെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ അടിച്ചെടുത്തത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അരക്കുന്ന സമയത്ത് 2-3 ഏലക്കായി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ബേക്കിംഗ് സോഡ നിർബന്ധമൊന്നുമില്ല, ചേർക്കുന്നില്ലെങ്കിൽ ചേർക്കാണ്ടും ഇത് റെഡിയാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് റവയും ചേർത്ത് കൊടുക്കാം. റവ വറുക്കാത്തതോ ആയ റവ എടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആദ്യം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. മൈദപ്പൊടിക്ക് ഒരു അളവില്ല കേട്ടോ. പിന്നെ നമ്മുടെ മുട്ടൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ എല്ലാം ഇതിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം 2 കപ്പ് മൈദയും 1/2 കപ്പ് റവയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. ഇത്ര ലൂസ് നമുക്ക് വേണ്ട, നല്ല കട്ടിയായിട്ടുമല്ല ഈ ഒരു ബാറ്റർ വേണ്ടത്. അപ്പം ഇതിൽ കാണുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ കുഴച്ചെടുത്താൽ മതി. വീണ്ടും 1/2 കപ്പ് മൈദ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 3.5 കപ്പ് മൈദയായി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഓരോ മുട്ടൻ്റെ വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾ മൈദപ്പൊടിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് 3.25 കപ്പ് മൈദയാണ് കേട്ടോ ഈ ഒരു മാവ് കുഴക്കാനായിട്ട് വേണ്ടി വന്നത്. അപ്പോൾ ഇതാ ആവശ്യത്തിന് മൈദയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു ലൂസിലാണ്, ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ല. ഇനി ഞാനിതാ ഇതുപോലെ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുള്ള പ്രശ്നമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പം മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ എന്നിട്ട് ആ ഒരു ബൗളിലേക്ക് എല്ലാം ആക്കിയതിന് ശേഷം സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കൊരു 10-20 മിനിറ്റ് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഞാനൊരു അരമണിക്കൂർ അടച്ച് വെച്ചതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിത് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ള് കയ്യിലില്ലേനു, ഇപ്പോഴാണ് വാങ്ങിയത്. അതിനുശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മാവ് മിക്സ് ആക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ പൊരിച്ചെടുക്കട്ടെ. വെളിച്ചെണ്ണയിൽ പൊരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പതഞ്ഞ് വരും. അതുകൊണ്ട് ഓയിൽ പൊരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉരുട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചധികം മാവ് കയ്യിൽ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി. ഇതാണ് കൂടുതൽ എളുപ്പം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം എണ്ണ ചൂടിലായിരിക്കണം. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചുട്ടെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, ഉള്ളു വെന്ത് കിട്ടൂല. പിന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇട്ടാൽ മതി. ഇതൊന്ന് വലുതാവും. അതുകൊണ്ട് ഒരുപാട് വലുതിട്ട് കഴിഞ്ഞാൽ വലിയതായി പോകും. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകൾ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു വലുപ്പമായിരിക്കും. നന്നായിട്ട് ഫ്രൈ ആയി ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. അങ്ങനെ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റുമാണ്. 1-2 മാസം വരെ ചായൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും